അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലോക അറബി ഭാഷാ ദിനത്തോടനുബന്ധിച്ച് പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന മഅൽ അറബിയ പ്രോഗ്രാമുകളുടെ ഭാഗമായി വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി നടത്തപ്പെടുന്ന അൽ അദീബ് പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലാണ് നാം ഇപ്പോൾ ഉള്ളത്. ധാരാളം വിദ്യാർത്ഥികളുടെ ഗാനങ്ങൾ, പ്രസംഗങ്ങൾ, ഇങ്ങനെ ധാരാളം പ്രോഗ്രാമുകളാണ് നമ്മൾ പീസ് റേഡിയോയിലൂടെ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാ ഈ പുതിയ എപ്പിസോഡിൽ നമുക്ക് ആദ്യത്തെ കണ്ടസ്റ്റൻ്റ് ആരാണെന്ന് നമുക്ക് നോക്കാം. ദാറുൽ ഇസ്ലാഹ് മദ്രസയിൽ പഠിക്കുന്ന ഫാത്തിമ സ്വൽഹയാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. കൊടക്കാട് ദാറുൽ ഇസ്ലാഹ് മദ്രസയാണ് അവരുടെ മദ്രസ. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ വിദ്യാർത്ഥിനിയുടെ പ്രോഗ്രാമിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലി അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹൽ അഹിബ്ബ ഫിയല്ലാഹ്, ഇന്നസ്സലാത്ത ഹിയ അമൂദുദ്ദീൻ. الصلاة تغسل الذنوب وتطهر القلب ونقرب عبده إلى ربه وهي أفضل ما يحاسب عليه العبد يوم القيامة فإن صلحة صلح سائر عمله وإن فسدت فسد سائر عمله. قال الله تعالى في كتابه الكريم: إن الصلاة تنهى عن الفحشاء والمنكر. سورة العنكبوت. وقال النبي صلى الله عليه وسلم: العهد الذي بيننا وبينهم صلاة فمن تركها فقد كفر. أيها أن الصلاة تمنع المسلم من وقوع في معاصي وتطهر قلبه وتزكي نفسه. وقال النبي صلى الله عليه وسلم يقول: رأس أمر الإسلام وعموده الصلاة وذروة سنامه الجهاد. رواه الترمذي. فاحفظوا صلاتكم يا أحبتي وآتوها في أوقاتها بخشوع وخضوع القلب. لا تتركوا الصلاة لأجل الدنيا فانية والآخر باكية. اللهم اجعلنا من مقيمين الصلاة ومن ذريتنا دعاءنا. وآخر دعوانا أن الحمد لله رب العالمين. أشكركم. السلام عليكم ورحمة الله. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. മാഷാ അല്ലാ, ഫാത്തിമ സ്വൽഹ വളരെ നന്നായിട്ടാണ് അറബി പ്രസംഗം നടത്തിയത്. വളരെ നന്നായിട്ട് എന്ന് പറഞ്ഞാൽ ആ വിഷയം തന്നെ വളരെ ഗാംഭീര്യമുള്ള വിഷയമായിരുന്നു. സ്വലാത്തായിരുന്നു, നമസ്കാരത്തെക്കുറിച്ച്. മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കി. കൊടക്കാട് ദാറുൽ ഇസ്ലാഹ് മദ്രസയിലെ വിദ്യാർത്ഥികൾ പലരും നമ്മളിട്ട് ഈ അൽ അദീബിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ പോലും അതിൽ ഒരു നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചത് അത് ഫാത്തിമ സ്വൽഹയാണെന്ന് നമുക്ക് പറയാൻ കഴിയും. ഇൻഷാ അല്ലാ, നമ്മുടെ അൽ അദീബിൻ്റെ യാത്ര അത് നിലക്കാതെ അത് തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഒരു കണ്ടസ്റ്റൻറ്റിൽ നിന്ന് മറ്റൊന്നിലേക്ക്, ഒരു പാട്ടിൽ നിന്ന് മറ്റൊരു പാട്ടിലേക്ക്. ഇൻഷാ അല്ലാ, അടുത്തതായി നമ്മുടെ കൂടെയുള്ളത് ഫാത്തിമ അഷ്മിത കെ ആണ്. അവർ പഠിക്കുന്നത് KAUP സ്കൂൾ, എലമ്പുലശ്ശേരി, പാലക്കാട് ജില്ലയിലാണ് ഈ എലമ്പുലശ്ശേരി എന്നുള്ളത്. ഇൻഷാ അല്ലാ, ആ വിദ്യാർത്ഥിയുടെ പ്രോഗ്രാമിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. അസ്സലാമു അലൈക്കും. ഹജ്ലിൻ ഹജ്ലാ ഹജ്ലിൻ ഇസ്മുക ഇൻസാനാ മിൻ ഇസ്ലാഹി ശത്താനാ ഫിൽ ഇഫ്സാദി ശൈത്വാനാ മിൻ ഇസ്ലാഹി ശത്താനാ
മാഷാ അല്ലാ, വളരെ നല്ലൊരു പാട്ടാണ് നമ്മുടെ ഫാത്തിമത്ത് അഷ്മിത നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചത്. മിൻ ഇസ്ലാമിൻ ല്ലേ, അങ്ങനെ തുടങ്ങുന്ന ആ പാട്ട് അത് വളരെ പിന്നെ മനോഹരമായൊരു പാട്ടാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം കലോത്സവ വേദികളിലും സർഗവസന്തകളിലൊക്കെ പാടി വളരെയേറെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ്. ഇൻഷാല്ലാ ബാറക്കല്ലാഹു ഫീഹ. ഇൻഷാല്ലാ നമുക്ക് ഈ യാത്ര തുടരേണ്ടതുണ്ട്. അടുത്തതായിക്കൊണ്ട് നമുക്ക് ഫാത്തിമത്ത് സഹ്വയിലേക്കാണ് പോകേണ്ടത്. ഫാത്തിമത്ത് സഹ്വ എന്ന് പറഞ്ഞാൽ ICT ഇംഗ്ലീഷ് സ്കൂളിൽ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. അവരുടെ മനോഹരമായ ഒരു ഗാനമാണ് അടുത്തതായി നാം കേൾക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. لا تحزن يا عزة سوف ننتصر بالعزة. لا تحزن يا عزة سوف ننتصر بالعزة. لا تبالي يا بطا ليس سعيك في الإبطاء. لا تبالي يا بطا ليس سعيك في الإبطاء. نفتي حبنا من قلبنا جوا نتمنى حي فيه الرابية. نفتي حبنا من قلبنا جوا نتمنى حي فيه الرابية. يا أهل القدس والزيتون أرض الوادي أرض فلسطين. يا أهل القدس والزيتون أرض الوادي أرض فلسطين. هلوا كل العالم هياكم العون العالي عليكم من عند الله عليكم من عند الله. لا تحزن يا عزة سوف ننتصر بالعزة. ألا ترون ترك القدس هدمات البيوت كم من أطفال فتتون ألا ترهبون. ألا ترون ترك القدس هدمات البيوت كم من أطفال فتتون ألا ترهبون. أفلت أحلامهم فاتت أيامهم. أفلت أحلامهم فاتت أيامهم. إذا كل يوم نسمع أخبارا تعلمنا من الإرهاب فلسطين من الإرهاب فلسطين. هدموا مدارس والمستشفى قتلوا حتى النساء والأطفال. هدموا مدارس والمستشفى قتلوا حتى النساء والأطفال. يعلو بكاء المزهرحين ما أهول حالهم والهين. ولا يقدر حاقدون باستهلاه عزمهم والإسراء عزمهم والإسراء. لا تحزن يا عزة سوف ننتصر بالعزة. جزاك الله. മാഷാ അല്ലാ, വളരെ നല്ലൊരു ഗാനമായിരുന്നു. വളരെ നല്ല ഗാനം എന്ന് പറയുമ്പോൾ അത് ഗസയെക്കുറിച്ച് അതല്ലെങ്കിൽ ഫലസ്തീനിനെ കുറിച്ചുള്ള വളരെ ഗംഭീരമായ അർത്ഥസമ്പുഷ്ടമായ ഒരു ഗാനമാണ് നമ്മുടെ മുന്നിൽ ഫാത്തിമത്ത് സഹ്വ ICT ഇംഗ്ലീഷ് സ്കൂളിൽ നിന്നുള്ള വിദ്യാർത്ഥിനിയാണ് അവൾ അവതരിപ്പിച്ചത്. ഇൻഷാ അല്ലാ നമ്മുടെ ഈ പാട്ടും പറച്ചിലുമായിട്ടുള്ള ഈ ഒരു യാത്ര അത് ഇനിയും നമുക്ക് സഞ്ചരിക്കേണ്ടതുണ്ട്. അടുത്തതായി ഫാത്തിമത്ത് സിയാന കെ ആണ്. ഫാത്തിമത്ത് സിയാന എന്ന് പറയുമ്പോൾ സിൽവർ മൗണ്ട് ഇൻ്റർനാഷണൽ സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ്. 5ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. തൂതയാണ് അവരുടെ വീട്. അപ്പോൾ ഇൻഷാ അല്ലാ അവരുടെ മനോഹരമായ ഒരു അറബി പ്രസംഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിക്കൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സബാഹൽ ഖൈർ أيها المعلمون الكرام وزملاء الأحبة. أريد أن ألقي إليكم خطبة صغيرة عن اللغة العربية. اليوم 18 من شهر ديسمبر اليوم العالمية للغة العربية.
اللغة العربية لغة حلوة وهي من أقدم اللغات في العالم، وهي لغة القرآن ولغة الرسول ولغة الجنة، وهي لغة نشيطة يتداولونها ملايين من الناس كاللغة الرسمية واللغة الدينية. أختتم كلامي هذا بقول عمر بن الخطاب رضي الله عنه: تعلموا العربية فإنها من دينكم. قال الله تعالى: إنا أنزلناه قرآنا عربيا. شكرا لاستماعكم. السلام عليكم ورحمة الله. വഅലൈക്കും അസ്സലാം. നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ വളരെ നല്ലൊരു പ്രസംഗമായിരുന്നു നമ്മുടെ ഫാത്തിമത്ത് സിയാന അവതരിപ്പിച്ചത്. അറബി ഭാഷയെക്കുറിച്ചുള്ള ആ ഒരു മനോഹരമായ പ്രസംഗം, അത് അറിയാതെ അറബി ഭാഷ അറിയുന്നവർ അതിൻ്റെ അക്ഷര സ്ഫുടതയിലെല്ലാം അവളുടെ സംസാരത്തിൻ്റെ വൈഭവത്തിൽ അങ്ങനെ ഇരുന്ന് കേട്ടുപോകും. അല്ലാഹു തആല കൂടുതൽ ഉയരങ്ങൾ നൽകട്ടെ എന്നാണ് പ്രാർത്ഥിക്കാനുള്ളത് ഇൻഷാ അല്ലാ. അടുത്തതായി നമ്മൾ ഫത്തിൻഹയയിലേക്കാണ് പോകുന്നത്. മൗണ്ട് ഗൈഡ് ഇൻ്റർനാഷണൽ സ്കൂൾ പെരിങ്ങത്തൂരാണ് അവരുടെ സ്ഥലം, അവരുടെ സ്കൂൾ. ഇൻഷാ അല്ലാ ആ വിദ്യാർത്ഥിനി UP സ്കൂളിൽ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവരും ഒരു നല്ലൊരു പ്രസംഗവുമായിട്ടാണ് ഇന്നത്തെ അൽ അദീബിൽ പ്രോഗ്രാമിൽ വന്നിട്ടുള്ളത്. നമുക്ക് അവരിലേക്ക് പോകാം. السلام عليكم ورحمة الله وبركاته. الحمد لله الذي شرف اللغة العربية فأنزل بها كتابه العظيم وجعلها لسان رسوله الكريم، والصلاة والسلام على أفصح من نطق بالضاد محمد وعلى آله وصحبه أجمعين. أما بعد، أيها الحضور الكرام، نحتفل اليوم باليوم العالمي للغة العربية. هذا اليوم الذي أقرته الأمم المتحدة اعترافا بمكانة العربية وتأثيرها في الحضارة الإنسانية، وليس احتفالنا به مجرد مناسبة سنوية، بل هو تذكير بقيمة لغتنا العظيمة ونداء لإحياء مكانتها في نفوسنا وألسنتنا. أيها الأحبة، إن اللغة العربية لغة ارتبطت بالسماء، بها نزل القرآن الكريم وبها جاءت السنة المطهرة ومنها نستمد فهم الدين والشريعة. قال الله تعالى: إنا أنزلناه قرآنا عربيا لعلكم تعقلون. وقال سبحانه: بلسان عربي مبين. فكيف لا نعتز بلغة اختارها الله لتكون وعاء الوحي وكلام الهدى؟ أيها الأخوة والأخوات، إن الاحتفال باللغة العربية اليوم هو دعوة إلى إحياء الاعتزاز بلغتنا وهويتنا وتعزيز استخدامها في التعليم والإعلام والحديث اليومي، وتشجيع القراءة والكتابة والإبداع باللغة العربية، والحفاظ عليها من اللحن والأخطاء والضعف اللغوي، وعزز حب العربية في نفوس الأطفال والطلاب. فاللغة ليست ألفاظا فحسب، بل هي روح الأمة وذاكرتها وتاريخها وثقافتها. وإذا ضعفت الأمة ضعفت لغتها، وإذا قويت لغتها قويت حضارتها. أيها الكرام، لقد قدمت العربية للبشرية أعظم النتائج في العلوم والفلسفة والطب والأدب، وكانت جسر المعرفة في العصور الذهبية. واليوم نحن بحاجة إلى أن نحيي هذا المجد من جديد عبر تمكين أبنائنا من لغتهم وجعلها لغة علم وبحث وإبداع. وفي يومها العالمي دعونا نتعهد بأن نكون سفراء اللغة العربية، نكتب بها، نتحدث بها، نعلمها ونرفع شأنها بين الأمم. اللهم بارك لنا في لغتنا العربية لغة القرآن الكريم، واجعلها نورا في عقولنا وألسنتنا. اللهم أعز الإسلام والمسلمين وارفع راية العلم واللغة والحضارة. وصلى الله وسلم وبارك على محمد وعلى آله وصحبه أجمعين. السلام عليكم ورحمة الله وبركاته. വഅലൈക്കും അസ്സലാം. മാഷാ അല്ലാ, വളരെ നല്ല ഒരു പ്രസംഗമായിരുന്നു ഫത്തിൻ ഹയയുടേത്. വളരെ ഗാംഭീര്യമുള്ള ശബ്ദവും അതുപോലെ തന്നെ ആശയസമ്പുഷ്ടവുമായിരുന്നു എന്ന് നമുക്ക് പറയാതെ വയ്യ. ഇൻഷാ അല്ലാ, നമുക്ക് ഇനിയും പ്രോഗ്രാമുകൾ ഇങ്ങനെ വരിയായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. ഈ 5ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും പഠിക്കുന്ന ഇത്തരം കുട്ടികൾ നടത്തുന്ന ഇങ്ങനെയുള്ള വളരെ വൈഭവമുള്ള
പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ രോമാഞ്ച പുളികതമാകുമെന്നുള്ളതിൽ ഒരു സംശയമില്ല. ഇൻഷാ അല്ലാ അടുത്തതായി നമ്മുടെ കൂടെയുള്ളത് ഇബ്നു അബ്ബാസ് മദ്രസ കുമ്മങ്കോട് നിന്നും ഫാത്തിമ റുവയാണ് നമ്മുടെ കൂടെയുള്ളത്. റുവയുടെ പ്രോഗ്രാമിലേക്കാണ് നാം കടക്കുന്നത്. റുവ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. അവരുടെ മനോഹരമായ ഒരു അറബി ഗാനം നമുക്ക് കേട്ടുവരാം. السلام عليكم ورحمة الله وبركاته. عطشا يا روحي بي سعيا إلى الله. عطشا يا روحي بي سعيا إلى الله. أصدق يا مهيمن أدمع بالعينين مخلصا يا منجينا من وباء. أصدق يا مهيمن أدمع بالعينين مخلصا يا منجينا من وباء. عطشا يا روحي بي سعيا إلى الله. عطشا يا روحي بي سعيا إلى الله. زد لي ديانتي يا باري زد لي حلاوتي في عمري لا غيرك والله نوري. زد لي ديانتي يا باري زد لي حلاوتي في عمري في جوفي منك داني يا قلبي والله والله يا قلبي والله والله. عطشا يا روحي بي سعيا إلى الله. عطشا يا روحي بي سعيا إلى الله. شفت دلوار يا هادي اكشف مناكبي في عهدي يا فرحي في الله خيري. اكشفت دلوار يا هادي اكشف مناكبي في عهدي في قلبي منك هيلا يا روحي والله والله يا روحي والله والله. عطشا يا روحي بي سعيا إلى الله. عطشا يا روحي بي سعيا إلى الله. شكرا لكم مع السلامة. മാഷാ അല്ലാ വളരെ നല്ലൊരു ഗാനമായിരുന്നു നമുക്ക് ഫാത്തിമ റുവ സമ്മാനിച്ചത്. വളരെ സ്ലോവിൽ അത് കേട്ടിരിക്കാൻ വളരെ ഇമ്പമാർന്ന രൂപത്തിൽ ആസ്വദിക്കാവുന്ന രൂപത്തിൽ. ചില പാട്ടുകളുടെ ശൈലി എന്തായിരിക്കും, അതിങ്ങനെ സ്പീഡിൽ ടപ്പേ പോവുമായിരിക്കും. എന്നാൽ ഇതങ്ങനെയല്ല, മെല്ലെ ഒരു തെളിഞ്ഞ സ്വച്ഛമായ ഒരു പുഴ ഒഴുകുന്നത് പോലെയുള്ള ഒരു ഗാനമായിരുന്നു. ബാറക്കല്ലാഹു ഫീഹ. ഇനി നമുക്ക് പ്രവേശിക്കുന്നത് ഫൗസ ഫാത്തിമ KGയിലേക്കാണ്. ഫാത്തിമ പഠിക്കുന്നത് ഗവൺമെൻറ് ഹൈസ്കൂൾ നൊച്ചിമയിലാണ്. ഈ നൊച്ചിമ എന്ന് പറഞ്ഞ സ്ഥലം എവിടെയാണെന്ന് പലർക്കും ഇങ്ങനെ തോന്നുന്നുള്ളൂ. എവിടെയാണ് ഈ നൊച്ചിമ അല്ലേ? അത് എറണാകുളം ജില്ലയിലെ ആലുവയിലാണ് ഈ നൊച്ചിമ സ്ഥിതി ചെയ്യുന്നത്. 6ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഫാത്തിമയുടെ പാട്ടാണ് നാം അടുത്തതായി കേൾക്കുന്നത്. السلام عليكم ورحمة الله وبركاته. هذه أنا المحجبة لا طفة محببة. هذه أنا كما ترى سعيدة فوق الثرى. هذه أنا المحجبة لا طفة محببة. هذه أنا كما ترى سعيدة فوق الثرى. قالوا حجابي مشكلة قلت أنا ما أجمله. قالوا حجابي مشكلة قلت أنا ما أجمله. فوق ثيابي طاهرة كان جمتك جوهرة. فوق ثيابي طاهرة كان جمتك جوهرة. هذه أنا المحجبة لا طفة محببة. هذه أنا كما ترى سعيدة فوق الثرى.
أعيش عمري ساترة مقيمة مسافرة، أعيش عمري ساترة مقيمة مسافرة، رضا الإله غاية جنان ربي منيتي، رضا الإله غاية جنان ربي منيتي، هذه أنا المحجبة لطيفة محببة، هذه أنا كما ترى سعيدة فوق الثرى، فرض من الرحمن من سالف الأزمان، فرض من الرحمن من سالف الأزمان، إلى الحجاب يا بنات نرجو الثباب والثبات، إلى الحجاب يا بنات نرجو الثباب والثبات، هذه أنا المحجبة لطيفة محببة، هذه أنا كما ترى سعيدة فوق الثرى، هذه أنا المحجبة لطيفة محببة، هذه أنا كما ترى سعيدة فوق الثرى. السلام عليكم ورحمة الله وبركاته. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ഫൗസ ഫാത്തിമ KG എന്നാണ് വിദ്യാർത്ഥിനിയുടെ പേര്. ഈ ഒരു പാട്ട് ഒരു വെറൈറ്റി തന്നെയായിരുന്നു. നമുക്ക് ഈ അൽ അദീബ് പ്രോഗ്രാമിൽ ധാരാളം ഗാനങ്ങൾ വന്നു, വളരെ നന്നായിട്ട്. ഒരു പക്ഷേ ഫാത്തിമ KGയേക്കാൾ നന്നായി പാടിയ കുട്ടികളുണ്ടായിരുന്നു. പക്ഷേ ഈ പാട്ടിൻ്റെ പ്രത്യേകത അവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്, അവരിൽ അധിക പേരും അറബി ഗാനങ്ങൾ പാടിയപ്പോൾ അത് അറബി ഭാഷയെക്കുറിച്ച്, ഖുർആനിനെക്കുറിച്ച്, അതുപോലെ തന്നെ യുദ്ധത്തെക്കുറിച്ച്, ഫലസ്തീനെക്കുറിച്ച് ഇങ്ങനെയുള്ള ചിലതായിരുന്നെങ്കിൽ ഒന്നുകൂടെ വ്യത്യസ്തമാണ് ഫൗസ ഫാത്തിമയുടെ ഗാനമെന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം ഹിജാബിനെ കുറിച്ചായിരുന്നു. ആ ശത്രുക്കൾ പറയുന്നു ഇതൊരു പ്രയാസമാണെന്ന്, പക്ഷേ എനിക്കത് സമാധാനമാണ്, ഞാൻ അതിൽ ജൗഹറാണെന്നാണ് പറഞ്ഞത്. അഥവാ ഞാനതിൽ ഒരു പവിഴക്കല്ല് മുത്തുപോലെ തിളങ്ങി നിൽക്കുന്നു, അതെനിക്ക് സമാധാനം നൽകുന്നു, നിർഭയത്വം നൽകുന്നു. അപ്പോൾ ഈ പാട്ട് അത്തരത്തിൽ ഒരു വെറൈറ്റിയായി എന്നുള്ള ഒരു സന്തോഷം കൂടെ ഈ ഒരു സന്ദർഭത്തിൽ ഫൗസ ഇത് കേൾക്കുമ്പോൾ പ്രത്യേകം ബറക്കല്ലാഹു ഫീക്ക് എന്ന് പറയുകയാണ്. ഇൻഷാ അല്ലാ നമുക്ക് അടുത്തതായിക്കൊണ്ട് ഫൗസാൻ കെയിലേക്കാണ് പോകുന്നത്. കുറേ പെൺകുട്ടികളുടെ ഒരു ഘോഷയാത്രയായിരുന്നു നമ്മുടെ അൽ അദീബിൽ. എന്നാൽ ഇൻഷാ അല്ലാ ഒരു ആൺതരി ഇവിടെ ഉദിച്ചിരിക്കുകയാണ്. ഫൗസാനാണ് ആ ഒരു ഉദയം ചെയ്ത വ്യക്തി എന്ന് നമുക്ക് പറയാൻ കഴിയും. ഫൗസാൻ പഠിക്കുന്നത് JDT ന്യൂ ഹോപ്പ് ഇംഗ്ലീഷ് സ്കൂൾ വെള്ളിമാട് കുന്നയാണ്. വെള്ളിമാട് കുന്ന് എന്ന് പറയുമ്പോൾ കോഴിക്കോടാണ്. JDT എന്ന് പറഞ്ഞാൽ സുപരിചിതമായ ഒരു സ്ഥാപനമാണ്. LP ക്ലാസ്സിൽ നേരത്തെ പറഞ്ഞതുപോലെ UP ക്ലാസ്സിൽ നിന്നും ഫൗസാനെ ഒരു മാറ്റം കൊണ്ടുവരികയാണ്. LPയിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഫൗസാന്റെ ഒരു ഗാനം നമുക്ക് കേൾക്കാം. السلام عليكم ورحمة الله وبركاته. هذا أمل بقلبي الشاكر في بحر الكامل، عن اللوان لمطر ناري من سماء، هل ترضي الأم ابنها مسموما، أنت أراضي والهلائك حينما لقيت أناس أهلكوا تكريما، يا من قتل بيت المعلم كيفما نرست عليك بأن جاني مكرما، هل كنت في عطش شديد عندما لامست كأس معلمك متجارما، أحسدته كهبك رجلا راحما، أخوي ما كنت بمعنى مفهما، من قسم الإنسان باللون كما قسمت بلائي في دكاني موسما، خلق الإله من التراب آدما
فبأي شيء ملده متحسرما ما أحسن الفروق يا معلما عفوا عليه رمى المعلم صارما آنِلَّوَانُ لِمَتُّرِنَارِ مِنْ سَمَاءٍ هل ترضي الأم ابنها مسموما عنت أراضي والهلائك حينما لقيت أناس أهلكوا تكريما شكرا മാഷാ അല്ലാ, നല്ലൊരു കവിതയാണ് ഫൗസാൻ കെ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചത്. നമ്മുടെ കണ്ടസ്റ്റൻറ്റുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വാട്സാപ്പിൽ വോയിസായി ഇവിടേക്ക് അയക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ സംപ്രേഷണം ചെയ്യുന്ന നമ്മുടെ ഗാനം, നമ്മുടെ പ്രസംഗം, അതെല്ലാം ശ്രോതാക്കൾക്ക് അടുത്തൊരു തവണ നമ്മളത് കേൾക്കുമ്പോൾ വളരെ ഇമ്പമുള്ളതാവണം. അപ്പോൾ നോയ്സ് ഒന്നുമില്ലാത്ത, ശബ്ദമില്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് അയക്കണം എന്നുകൂടെ അടുത്ത തവണകളിൽ ഇങ്ങനെ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുമ്പോൾ അത് ശ്രദ്ധിക്കണമെന്ന് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നല്ലൊരു കവിതയായിരുന്നു ഫൗസാൻ്റേത്. ഇൻഷാ അല്ലാ നമ്മുടെ യാത്ര അത് വൈകിപ്പിക്കാൻ കഴിയില്ലല്ലോ, കാരണം അത്രയേറെ കണ്ടസ്റ്റൻസ് ഇത്തവണ നമുക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മൾ ഫിൽസയിലേക്കാണ് കടക്കുന്നത്. ഫിൽസ ഫാത്തിമ KG, അവർ പഠിക്കുന്നത് ഗവൺമെൻറ് ഹൈസ്കൂൾ നൊച്ചിമ എന്ന് പറഞ്ഞാൽ സ്ഥലം നമ്മൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിരുന്നു. ആലുവയിലെ ആണ്, അഥവാ എറണാകുളം ജില്ലയിലെ ആലുവയിലാണ് അവർ പഠിക്കുന്നത്. അതുമാത്രമല്ല LP ക്ലാസ്സിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. കുറച്ച് മുമ്പ് നമ്മുടെ ഈ ഫിൽസയുടെ സഹോദരി കുറച്ച് മുന്നേ നമ്മുടെ ഈ അല്ലദീബിൽ പ്രോഗ്രാം അവതരിപ്പിച്ചിരുന്നു. ഇൻഷാ അല്ലാ ഇനി നമുക്ക് ഫിൽസയിലേക്ക് കടക്കാം നല്ലൊരു മനോഹരമായ അറബി ഗാനവുമായി. السلام عليكم أهل غزة أهل غزة أهل غزة أنتم بغزة أهل غزة أنتم بقوة أهل غزة أنتم بغزة أهل غزة أنتم بقوة تسدون بصدوركم نيران الرصاصات الأحجار تكفيكم لقتال خائن وجبان الأحجار تكفيكم لقتال خائن وجبان يا من يفسد الأرض يا من يكرب الناس يا من قتل الأنبياء انتفاضة بلا حوادة حتى يرجع اليهود يا قدس حبيبي انتصر جيش الرسول سوف يعود يا قدس حبيبي انتصر جيش الرسول سوف يعود قلب صفا موت وفاء موت وفاء قفل فداء وفاء فداء لا يعلمون وفاء فداء لا يعلمون تعاملا إلى الأمام تكاتفا على دعام تعاملا إلى الأمام تكاتفا على دعام أهل غزة أنتم بغزة أهل غزة أنتم بقوة أهل غزة أنتم غزة أهل غزة أنتم بقوة تسدون بصدوركم نيران الرصاصات الأحجار تكفيكم لقتال خائن وجبان الأحجار تكفيكم لقتال خائن وجبان السلام عليكم. വഅലൈക്കും അസ്സലാം. എന്ത് രസമാണ് ആ ഗാനം കേൾക്കാൻ. കഴിവിനനുസരിച്ച്
ആ താളത്തിലും ഈണത്തിലും പാടിയപ്പോൾ അത് കേട്ടിരിക്കാൻ തന്നെ ഒരു ഇമ്പമുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഒരു വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് പരമാവധി ഫാനൊക്കെ ഓഫാക്കി നല്ലൊരു സ്ഥലത്ത്, ആളുകളുടെ ശബ്ദമില്ലാത്ത സ്ഥലത്ത് എത്തിച്ചെയ്യുക എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. എന്നാൽ നമ്മുടെ പാട്ട് കേൾക്കാൻ ഒരു ഇമ്പമുണ്ടാവുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാ അടുത്ത ഇത് നമ്മൾ കടക്കുന്നത് ഫിൽസ ഫാത്തിമ MTയിലേക്കാണ്. സിൽവർ മൗണ്ട് ഇൻ്റർനാഷണൽ സ്കൂൾ പെരിന്തൽമണ്ണ. നമ്മുടെ പീസ് റേഡിയോ നിലനിൽക്കുന്നത്, അതിൻ്റെ മെയിൻ സ്റ്റുഡിയോ ഉള്ളത് പെരിന്തൽമണ്ണയാണല്ലോ. അപ്പോൾ പെരിന്തൽമണ്ണ തന്നെയുള്ള ഒരു വിദ്യാർത്ഥിനിയാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. അവർ അറബി സോങ്ങുമായിട്ടാണ് കടന്നു വരുന്നത്. السلام عليكم ورحمة الله وبركاته. دلنا وهلنا ودلنا وهلنا نهجنا الكريم ديننا جاد كاد كل سبلنا شدنا وسدنا وهدنا وهدنا ذكرك الجليل شرعنا بانسان كل تركنا يا غفورنا يا ودودنا اهدنا الصراط سبلنا يا رحيمنا يا كريمنا اغفرا كثير ذنبنا هلكنا للهلك في قلب وصفنينا جلال موليا بالشمس نافيا هلكنا للهلك في قلب وصفنينا جلال موليا بالشمس نافيا مهدة الكل كان في أشيالك مهدة الكل كان في أشيالك كل حمد لك دوم يا كل شكر دوم لك يا كل حمد لك دوم يا كل شكر دوم لك يا أرسلت لي أناس برسلت طابوا بالكتب كل الششارية أرسلت لي أناس برسلت طابوا أرسلت بالكتب كل الششارية أنعمت بشكر كان يعيش باريا كل حمد لك دوم يا كل شكر دوم لك يا كل حمد لك دوم يا كل شكر دوم لك يا دلنا وهلنا ودلنا وهلنا نهجنا الكريم ديننا جاد كاد كل سبلنا شدنا وصدنا وهدنا وهدنا ذكرك الجليل شرعنا بانسان كل تركنا يا غفورنا يا ودودنا اهدنا الصراط سبلنا يا كريمنا يا رحيمنا يا كريمنا اغفرا كثير ذنبنا هلك لك الهلك في قلب وصفنينا جلال موليا بالشمس نافيا هلك لك الهلك في قلب وصفنينا جلال موليا بالشمس نافيا. മാഷാ അല്ലാ, വളരെയേറെ കാലം നമ്മുടെ മത്സരരംഗങ്ങളിലെല്ലാം പാട്ടുകളിൽ ഉണ്ടായിരുന്നൊരു പാട്ടാണ് ദല്ലന വഹല്ലന. വളരെ നല്ല രസമായിട്ട് ഇങ്ങനെ ഒഴുകി ഒഴുകി പോകുന്ന ഒരു പുഴയെ പോലെ ഇങ്ങനെ പാടിപ്പോകാൻ പറ്റിയൊരു ഈണമുള്ള ഒരു ഗാനമാണ് ഫിൽസമോൾ പാടിയത്. പെരിന്തൽമണ്ണ ചിരൂർക്കാടാണ് ഫിൽസമോളുടെ സ്വദേശം. മാഷാ അല്ലാ. അപ്പോൾ ഇനിയും പാട്ടുകൾ പാടി ഉന്നതങ്ങളിലെത്താൻ ഫിൽസമോൾക്ക് കഴിയട്ടെ എന്ന് ഒന്നുകൂടെ ദുആ ചെയ്യുകയാണ് റഹ്മാനെ റബ്ബ്. നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തവർക്കൊക്കെ അള്ളാഹു ഉയരങ്ങൾ താണ്ടാൻ തൗഫീഖ് നൽകട്ടെ എന്ന് ഒരു പ്രാർത്ഥനയും കൂടെ നടത്തുകയാണ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാ നമ്മുടെ യാത്ര അത് എനർജറ്റിക് ആവുന്നുണ്ട് അല്ലേ? UP സ്കൂൾ മുതൽ ഹൈസ്കൂള്, അതേപോലെ തന്നെ ചിലപ്പോൾ 2ാം ക്ലാസ്സിലെ കുട്ടികളുടെ ആ ഒരു കൗതുകം നിറഞ്ഞ കുട്ടിത്തം നിറഞ്ഞ പാട്ടുകൾ കൂടെ ചേരുമ്പോൾ ഇത് വളരെ മനോഹരമാകുന്നു എന്നുള്ളതാണ് ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ഇൻഷാ അല്ലാ നമ്മുടെ യാത്ര അത് അതിമനോഹരമായി അത് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അൽ അജീബ് 2025 ലോക അറബി ഭാഷാ ദിനത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഈ പ്രോഗ്രാം മാഷാ അല്ലാ തുടരുകയാണ്. അടുത്തതായി നമ്മുടെ മുന്നിൽ പാട്ടുമായി എത്തുന്നത് ഖാനിയ ഫാത്തിമ. മദ്രസത്തു തൗഹീദിൽ നിന്നാണ് ഖാനിയ ഫാത്തിമ നമ്മുടെ കൂടെ ചേരുന്നത്. അവളുടെ പ്രോഗ്രാമിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അസ്സലാമു അലൈക്കും.
خجل خجلا خجل اسمك إنسانا من إصلاح شتانا في الفساد شيطانا من إصلاح شتانا في الفساد شيطانا نشر بلاؤك سرطانا خجل اسمك إنسانا خجل اسمك إنسانا ما بالنا ربي مال كل الكلب ما بالنا ربي مال كل الكلب نميت نفائس للذنب من إصلاح شتانا في الفساد شيطانا لحفيل دوري ناس ناسا صلوا في جوارهم دوما ناسا لحفيل دوري ناس ناسا صلوا في جوارهم دوما ناسا لم يولدني فسل وسواسا قد قتلوا لهما نكلوا قد قتلوا لهما نكلوا في اسم الآلهة الفتان في زي الناس كسابان في الدهش الدائم بلدان أين سلام أين سلام أين سلام أين سلام نكسان التقوى نشر بنا الشكوى نكسان التقوى نشر بنا الشكوى وكائنا في البلوى من سلاح شتانا في الفساد شيطانا يشر بلاؤك سرطانا خجل اسمك إنسانا خجل اسمك إنسانا ما بالنا ربي مال كل الكلب ما بالنا ربي مال كل الكلب نميت نفائس للذنب من إصلاح شتانا في الفساد شيطانا. മാഷാ അല്ലാ, വളരെ നല്ലൊരു ഗാനമായിരുന്നു ഖാനിയ ഫാത്തിമ പാടിയത്. അതുമാത്രമല്ല, 2ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ്. ഒരിക്കലും നമുക്ക് തോന്നില്ല അതിൽ 2ാം ക്ലാസ്സിലെ വിദ്യാർത്ഥി പാടിയതായിട്ട്. ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് ചെയ്യപ്പെടുമ്പോൾ മാഷാ അല്ലാ വളരെ സന്തോഷമാണ്. കാരണം 2ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ പങ്കെടുത്തൊരു പ്രോഗ്രാമായിരുന്നു. വ്യത്യസ്ത പാട്ടുകളും കവിതകളും പ്രസംഗങ്ങളുമായി അതിസമ്പുഷ്ടമായിരുന്നു. ഇനിയും ഇതുപോലെ പീസ് റേഡിയോയുടെ കൂടെ നിങ്ങളെല്ലാ സുഹൃത്തുക്കളും ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നിന്ന് വിട പറയുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.